കുട്ടിയെ വിളിക്കണം. മയ്യത്തിന്റെ ഇറക്കി വെച്ചിട്ടുണ്ട് അൽ ഫാത്തിഹ. എന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഈ മയ്യത്ത് കെട്ടിലും പിടിച്ചോനും നാട്ടുകാരൊക്കെ ഇങ്ങനെ ആമി എടുക്കണം. എവിടുന്ന് കിട്ടിങ്ങക്കത്? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് എത്ര സഹാബത്ത് മരിച്ചു, നബിന്റെ കുടുംബങ്ങൾ മരിച്ചു. മയ്യത്ത് കെട്ടിൽ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അവിടെ ഒരാൾ ദ്വാർന്നിട്ട് ആമി പറഞ്ഞ സംഭവം, ഒരു സംഭവം നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കോ? നിങ്ങൾ ഫിഖിന്റെ കിതാബിന്റെ ഒരു ഇബാറത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കോ? ഇല്ലാത്തതൊക്കെ ചെയ്യാം. അദ്ദേഹത്തിന്റെ ഖബറിൽ നീ വിശാലമാക്കി കൊടുക്കണേ, അദ്ദേഹത്തിന്റെ ഖബറിൽ നീ പ്രകാശം ചൊരിയണേ, അബൂസലമത്തിന്റെ ദറജ നീ ഏറ്റിക്കൊടുക്കണേ, അബൂസലമത്തിന് പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ അബൂസലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. ഇതല്ലേ റസൂൽ പഠിപ്പിച്ചത്? രോഗിയുടെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം, മയ്യത്തിന്റെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം. കാരണം ആ രണ്ടു നേരത്തും നമുക്ക് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ നമ്മൾ കാണാത്ത മലക്കുകളുണ്ട്, നമ്മൾ കാണാത്ത മലക്കുകളുണ്ടോ? ഇതല്ലേ റസൂൽ പഠിപ്പിച്ചത്? രോഗിയുടെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം, മയ്യത്തിന്റെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം. കാരണം ആ രണ്ടു നേരത്തും നമുക്ക് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ നമ്മൾ കാണാത്ത മലക്കുകളുണ്ട്, നമ്മൾ കാണാത്ത മലക്കുകളുണ്ട്.